നമ്മൾ ഈ കടിയേറ്റ ഭാഗത്തിന് മുകളിലായി തുണി വെച്ച് വലിച്ചു മുറുക്കി കെട്ടരുത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ കടിയേറ്റ ഭാഗത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മളെ ഒരു പാമ്പ് ബൈറ്റ് ചെയ്താൽ നമ്മുടെ തൊലിപ്പുറത്തല്ല പാമ്പ് നമ്മളെ കടിക്കുക. ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററോളം ഉള്ളിലേക്കാണ് ഇതിൻ്റെ വിഷപ്പല്ലുകൾ അമർത്തിക്കൊണ്ട് ഈ ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വെനം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. നമ്മൾ പുറമേയുള്ള ഭാഗത്ത് നമ്മൾ ബ്ലേഡ് കൊണ്ട് പോറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുറിവ് ഉണ്ടാക്കുകയോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഈ തുണി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്ലഡ് സർക്കുലേഷന് അതൊരു പ്രശ്നം സംഭവിക്കും. ഈ ഒരു വെനം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള ആ ഒരു വെനം ഈ തുണിക്ക് താഴ്ഭാഗത്ത്, ചിലപ്പോൾ നമ്മുടെ കയ്യിലാവാം, കാലിലാവാം, അവിടെയുള്ള മുഴുവൻ കോശങ്ങളെയും നശിപ്പിച്ച് കളയും. ചിലപ്പോൾ സാധാരണ രീതിയിൽ രക്ഷപ്പെട്ടേക്കാവുന്ന ആ രോഗി, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലപ്പോൾ ആൻറ്റിസ്നേക് വെനം നൽകി രോഗി രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഈ കെട്ടിയതിന് താഴെയുള്ള ഭാഗം കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനരഹിതമാകും. ആ ഒരു ഭാഗം ചിലപ്പോൾ നമുക്ക് മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് അവിടെ ലഭ്യമായിട്ടുള്ള, ഇപ്പം നമ്മൾ ആംബുലൻസ് വരാൻ കാത്തു നിൽക്കണമെന്നില്ല, വണ്ടി വിളിക്കാൻ, കാറ് വിളിക്കാൻ കാത്തു നിൽക്കണമെന്നില്ല, മറ്റ് ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും നമ്മൾ കാത്തു നിൽക്കാതെ അവിടെ ബൈക്കാണെങ്കിൽ ബൈക്ക്, ഏത് വണ്ടിയാണോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, ആ വാഹനത്തിൽ ആ ഒരു പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആൻറ്റി സ്നേക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മളിപ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിൽ ആൻറ്റി സ്നേക്ക് വനം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തുക. നമ്മൾ ഈ രോഗിയെ, ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നതിനോടൊപ്പം ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആൻറ്റി സ്നേക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അവിടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അവിടെ നിലവിൽ ആൻറ്റി സ്നേക്ക് വനം ലഭ്യമാണോ, ഡോക്ടർ സൗകര്യം ലഭ്യമാണോ, വെന്റിലേറ്റർ ലഭ്യമാണോ എന്നൊന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സമയം ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാമ്പ് കടിയേറ്റാൽ സമയം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആൻറ്റി സ്നേക്ക് വനം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലാണ് പ്രവർത്തിക്കുക. ബ്ലഡിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ആൻറ്റി സ്നേക്ക് വനം നൽകുക. ഈ പാമ്പിൻ്റെ വെനം നമ്മളെ ബ്ലഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ആൻറ്റി സ്നേക്ക് വനം നമ്മുടെ ശരീരത്തിലെത്തിയാൽ ആ ബ്ലഡിൽ വെച്ച് തന്നെ ഈ വെനത്തെ അവർ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ ആൻറ്റി സ്നേക്ക് വനത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ നമ്മളവിടെ ഡിലേ ആവുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും വെനം കടക്കുന്നതോടൊപ്പം ഈ ആൻറ്റി സ്നേക്ക് വനം എന്നത് ഒരു ചികിത്സ അല്ലാതെയായി മാറും. ആൻറ്റി സ്നേക്ക് വനം കൊടുത്താൽ ആ രോഗിയുടെ ജീവൻ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. പിന്നെ അവിടെ മറ്റ് തരത്തിലുള്ള ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മറ്റു ചികിത്സാ രീതികൾ കൂടി അവലംബിക്കേണ്ടി വരും. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുക. ഏത് ഹോസ്പിറ്റലാണോ ആൻറ്റി സ്നേക്ക് വനം ലഭ്യമായിട്ടുള്ളത്, ഡോക്ടർ സൗകര്യമുള്ളത്, വെന്റിലേറ്റർ ഉള്ളത്, അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്നെടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്നു, ചിലപ്പോൾ അവിടെ ആൻറ്റി സ്നേക്ക് വനം ഉണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ വെന്റിലേറ്റർ ഒഴിവുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോൾ അവിടുന്ന് നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് സമയനഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം. ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത്, ഇതോടൊപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് അവിടെ ആൻറ്റി സ്നേക്ക് വനം ഉണ്ടോ, ഡോക്ടറുണ്ടോ, വെന്റിലേറ്റർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയല്ല 90-95% ആ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ പാമ്പുകളെ ഭയക്കേണ്ടതില്ല, ജാഗ്രത മതി എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പാമ്പിൻ്റെ കടി ഏൽക്കുന്നതും പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്നതും വളരെ കുറഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർപ്പ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ വനം വകുപ്പിൻ്റെ മറ്റു ആറാട്ട് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമായതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളെ മുൻകാലങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് പാമ്പിൻ്റെ കടിയും അതുപോലെ തന്നെ പാമ്പിൻ്റെ കടിയേറ്റുള്ള മരണവും വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു പാമ്പിൻ്റെ ചൂടുമായി ബന്ധപ്പെട്ട് പാമ്പുകളുടെ കടി ഏൽക്കുന്നത് തുടർന്നു വരികയാണ്. അതിൽ നിങ്ങൾ ആരും ഭയക്കേണ്ടതില്ല. ഇതൊരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷനായി കാണുകയും വേണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ കഴിയും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ പാമ്പുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ഈ ലവ് ബേഡ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെറ്റിനത്തിൽപ്പെട്ട ജീവികളെയൊക്കെ വളർത്തുന്നവർ അവർക്ക് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ പാമ്പുകൾ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജീവികളെ വളർത്തിയാൽ, അതുപോലെ തന്നെ ഈ പൂച്ച, പട്ടി പോലെയുള്ള ജീവികളെയൊക്കെ വളർത്തുന്ന ആളുകളും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പൂച്ചയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പാമ്പുകളെ പിടിച്ച് നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടിടാൻ കഴിയുന്ന തരത്തിലുള്ള ജീവികളാണ്.
ഇവർ ഈ പൂച്ചയുടെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് പാമ്പുകളെ കളിപ്പിച്ച് ഒരു പകുതി പ്രാണനോട് കൂടിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടിടുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് പാമ്പുകൾ വളരെ അഗ്രസീവായിരിക്കും. അത് അവരുടെ ജീവൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ നമ്മളെ ബൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജീവികളെ വളർത്തുന്നവർ ഇവയുടെ നീക്കം കൂടിയൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടിടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവികളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കും. അത് തന്നെ, വീട്ടിൽ ചെടികൾ ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്താണ്. ഇപ്പം നമ്മളിപ്പോൾ റെസ്ക്യൂ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ 3 പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പാമ്പുകളെ റെസ്ക്യൂ ചെയ്തതും വീട്ടിലെ തോട്ടത്തിൽ നിന്നാണ്, ഗാർഡനിൽ നിന്നാണ്, ചെടിച്ചട്ടിക്ക് ഇടയിൽ നിന്നാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചൂട് സമയമാണ്. തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി ഇത്തരത്തിലുള്ള ജീവികൾ അവരുടെ ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തണുപ്പ് സ്ഥലങ്ങൾ തേടി അവ എത്തുകയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ചെടിച്ചട്ടികൾക്കിടയിൽ നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ടാവാം, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവാം, ഒരു തണുത്ത അന്തരീക്ഷമുള്ളൊരു സ്ഥലമായിരിക്കാം അത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലം ഇവയ്ക്ക് വളരെ സേഫായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ചെടിച്ചട്ടികൾക്കിടയിലും പൂന്തോട്ടത്തിലേക്കും ഇത്തരത്തിലുള്ള പാമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ജീവികൾ വരാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം. ഈ തണുപ്പ് അവർക്ക് ലഭ്യമാകുന്നതുകൊണ്ടാണ്, വളരെ സേഫായിട്ട് അവിടെ ഇരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പം 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ചെടിച്ചട്ടികളുമായി ബന്ധപ്പെടും. ഈ വെള്ളം നനയ്ക്കാനായാലും അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, അത് അവിടെ പാമ്പിൻ്റെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ അവിടുത്തെ ജോലികൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. സാർ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ വെളുത്തുള്ളി ചതച്ചിട്ടാൽ പിന്നെ അതോടൊപ്പം തന്നെ ഡീസൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളത്, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യങ്ങളാണവ. കാരണം പാമ്പുകൾക്ക് സ്മെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ജീവികളല്ല, അതൊന്ന്. 2, ഇവ ഉണ്ട് എന്ന് വെച്ച് ഒരിക്കലും അവിടേക്ക് പാമ്പുകൾ എത്താതിരിക്കുകയുമില്ല. ഇപ്പം നമ്മൾ ഈ ഓൺലൈൻ വഴി ആയാലും അല്ലാതുള്ള മാർക്കറ്റിലേക്കായാലും പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ മെഷീൻസ്, കുറേ കെമിക്കൽസ്, അത്തരത്തിലുള്ള കുറേ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇതെല്ലാം തെറ്റായ പ്രവണതയാണ്. യാതൊരു കാരണവശാലും ഇവയൊന്നും പ്രായോഗികമല്ല. ഇത് ഒരു തരത്തിലും പാമ്പുകളെ അകറ്റി നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മെത്തേഡുകളല്ല. സ്മെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി പാമ്പുകൾക്കില്ല. അവരുടെ ജേക്കബ്സ് ഓർഗൻ എന്ന് പറയുന്ന നാക്ക് പുറത്തിട്ട് അവരുടെ നാക്കിലുള്ള സുഷിരത്തിലൂടെയുള്ള ആ ഒരു ഇതാണ് അവരുടെ ഈ ജേക്കബ്സ് ഓർഗൻ എന്ന് പറയുന്ന ആ ഒരു തലച്ചോറ് പോലെയുള്ള ഒരു അവയവത്തിലേക്ക് എത്തിച്ച് അവരങ്ങനെയാണിത് അടുത്തുള്ള എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ല് അറിയാനുള്ള ഈ ഒരു കഴിവ് പാമ്പുകൾക്കില്ല. വെളുത്തുള്ളിയുടെ സ്മെല്ല് അറിയാനുള്ള കഴിവ് പാമ്പുകൾക്കില്ല. പിന്നെ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ ഉൾപ്പെടെയുള്ള ഈ ഒരു കെമിക്കൽ, ഈ ഒരു ഫ്യൂവൽ പാമ്പുകളുടെ ശരീരത്തിൽ വീണാൽ ചിലപ്പോൾ അവർക്ക് പൊള്ളലേക്കാം. അപ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ പാമ്പുകൾ മാറിപ്പോകുന്നുണ്ടാവാം. ചിലപ്പോൾ പാമ്പിൻ്റെ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തീ കൊള്ളുന്നത് പോലെ, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുന്ന പോലെയുള്ള ഒരു അസഹ്യമായ വേദന പാമ്പുകൾക്കുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ അവർ ഓടിപ്പോകുന്നു എന്നല്ലാതെ, ഇതിൻ്റെ സ്മെല്ല് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്മെല്ല് മണത്തുകൊണ്ട് ഒരു കാരണവശാലും പാമ്പുകൾ വരാതിരിക്കില്ല. അത് തെറ്റായ നടപടിയാണ്. അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല. സാർ, മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ വീടിനോട് ചേർന്ന്, അല്ലെങ്കിൽ വീടിനുള്ളിൽ, അല്ലെങ്കിൽ വീടിന് സമീപത്തായി നമ്മളൊരു പാമ്പിൻ്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമ്മൾ മാറി നിൽക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒരു കാരണവശാലും ഈ റീൽസുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വീഡിയോസ് ഉൾപ്പെടെയൊക്കെ കണ്ടുകൊണ്ട് ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനും പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടാവാം. അപ്പോൾ അതൊക്കെ വളരെ മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള നടപടികളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക. അതോടൊപ്പം കേരള വനം വകുപ്പിൻ്റെ സർപ്പ മൊബൈൽ ആപ്പ്, അത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളതിലൂടെ ഈ ഒരു പാമ്പിൻ്റെ സാന്നിധ്യം നമുക്ക് ആ ഒരു വോളണ്ടിയറെയോ അല്ലെങ്കിൽ സർപ്പയുമായി ബന്ധപ്പെട്ട റെസ്ക്യൂവറെയോ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ എത്തി സേഫായി ഈ ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. അതുമല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ RRT ടീം ഉണ്ടാവാം, അല്ലെങ്കിൽ വനം വകുപ്പ് തൊട്ടടുത്തുള്ള വനം വകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഈ കൃത്യമായ കാര്യം ഒന്ന് വിളിച്ചറിയിക്കുക. അവർ വന്ന് ഈ ഒരു പാമ്പിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി നിങ്ങളുടെ സുരക്ഷ കൃത്യമായി ഉറപ്പാക്കും. അവിടെയും നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, സുരക്ഷിതമായി മാറി നിൽക്കുക. അതോടൊപ്പം തന്നെ ഈ പാമ്പ് എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത്, പാമ്പ് എവിടെയാണോ കയറിയിരിക്കുന്നത്, അതൊന്ന് കൃത്യമായി ഒന്ന് ഒബ്സർവ് ചെയ്യാൻ കഴിയുമെങ്കിൽ
അപ്പോൾ ഈ പല റെസ്ക്യൂവേഴ്സും അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ പാമ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാമ്പ് മറ്റൊരു സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അത് ഒഴിവാക്കാനായി നിങ്ങൾ സുരക്ഷിതമായ ഒരു അകലത്ത് നിന്നുകൊണ്ട് ഈ പാമ്പിൻ്റെ ചലനം ഒന്ന് നിരീക്ഷിക്കുക. അതിരിക്കുന്ന ഭാഗം ഒന്ന് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ആ ഒരു പാമ്പിനെ അവർ അവിടെ നിന്ന് സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിക്കോളും.